കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളിത് എന്ത് ഭാവിച്ച? ദേ, ഇവിടെ പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങളാ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കുട്ടികളി കളിക്കരുത്. എന്താ ഡി.കെ., ഞങ്ങൾ എന്ത് ചെയ്തു? വീടിനുള്ളിൽ വരെ ആക്രമണം നടന്നിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് ശരിയാണോ? ഞങ്ങൾ മാത്രം വീട്ടിനുള്ളിൽ സുരക്ഷിതരായാ മതിയോ? എന്ന് വെച്ചാ ഡി.കെ., ജ്യോതി ഇവിടെ കാണുന്നില്ല. അവളോടെ പോയി? അതറിയില്ല. ഞങ്ങൾ ഈ വീട് മുഴുവൻ നോക്കി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവിടെ ആക്രമണം നടക്കുന്നതിനിടയിൽ ജ്യോതി അവരെ തള്ളി താഴെ ഇട്ടു. ഞങ്ങൾ അവളെ മുറിക്കൊണ്ട് കിടത്തിയതാ. ഞങ്ങൾ താഴെ വന്ന് ജ്യോതിക്ക് ജ്യൂസ് റെഡിയാക്കി മുകളിൽ ചെല്ലുമ്പോ അവള് റൂമിലില്ല. മായച്ചി ഫോണിലും ട്രൈ ചെയ്തു, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. ഡി.കെ., ഞങ്ങൾക്കാകെ ഭയമാവുന്നു. അമ്മ പോലും ഇവിടെ ഇല്ല. അമ്മയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാലും ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, റെസ്റ്റോറന്റിന്റെ ലൈസൻസ് ഇപ്പോഴും അമ്മയാ. അതുകൊണ്ട് നിയമപരമായി ഭക്ഷ്യവിഷബാധയുടെ പ്രഥമ ഉത്തരവാദി അമ്മയാ. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മയെ ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ല. ഡി.കെ., ജ്യോതി അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നു? ആശുപത്രി പോണെന്ന് ചോദിച്ചപ്പോ പോലും വേണ്ടാന്ന് പറഞ്ഞ കിടന്ന്. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളകത്തേക്കല്ലേ? എല്ലാത്തിനും കൂടി ഈ ബേക്കറി പിശാശം കൂടി ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ കയറി വന്നിരിക്കാൻ? രണ്ടുപേരുടെ ജീവനാ ഇല്ലാതായത്. ഇവിടെ വെറുതെ വിടരുത്. നിങ്ങളൊന്ന് അടങ്ങ്. ആ കുട്ടിയൊന്ന് പറയട്ടെ. ഇവരെന്ത് പറയാനാ? മരിച്ചുപോയവരുടെ ജീവൻ തിരിച്ചു കിട്ടോ? എന്നെ കൊന്ന മരിച്ചുപോയവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടോ? നിങ്ങൾക്ക് എന്നെ കൊല്ലാണോ വേണ്ടത്? അതോ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് പരിഹാരമാണോ വേണ്ടത്? നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും. ഇതിന് ഉത്തരവാദികളായവരെല്ലാം ജയിലിൽ കയറും. നോക്കിക്കോ. അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ഇത് ചെയ്തവരാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളും ഉണ്ടാവും. ഡി.കെ. റെസ്റ്റോറന്റിൽ നിന്നും ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവ് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാ ഫുഡ് കയറ്റിവിട്ടത്. ഫുഡ് സപ്ലൈ ചെയ്ത സ്ഥലത്താ ചതി നടന്നത്. ആര് പറഞ്ഞു? എന്താണ് അതിന് തെളിവ്? തെളിവുണ്ട് സർ. ഞാൻ ഇനി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ പാർട്ടി അടക്കം 3 സ്ഥലങ്ങളിലാ അന്ന് ഡി.കെ. റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് 2 സ്ഥലങ്ങളിലും കൂടി ഒരു 500ഓളം പേരാ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അവിടെ ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പിന്നെങ്ങനെയാ ഇവിടെ മാത്രം ഒരു ദുരന്തം ഉണ്ടായത്? ഡി.കെ. റെസ്റ്റോറന്റ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. വളരെ കണിശക്കാരനാണ് ഈ കുട്ടിയുടെ ഭർത്താവ് ഡി.കെ. ഫുഡിന്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും നടത്താറില്ല. ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. കൊച്ചു പോവാൻ നോക്ക്. ഇവിടെ ആർക്കും ഒരു കോംപ്രമൈസും വേണ്ട. നിർത്തൂ. ഈ കുട്ടി പറയട്ടെ. മനഃപൂർവ്വം ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ആരോ ചെയ്ത ചതിയാ. അതിൽ പൊലിഞ്ഞു പോയത് 2 ജീവന. അത് തിരിച്ചു തരാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ ഈ കുടുംബത്തിന്റെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ വീട്ടിലും ഉണ്ടാവില്ലേ പ്രായമായൊരമ്മ? ഞങ്ങളുടെ വീട്ടിലുണ്ട് സ്നേഹമുള്ളൊരമ്മ.
നിർഭാഗ്യവശാൽ ആ അമ്മയുടെ പേരില ഹോട്ടലിന്റെ ലൈസൻസ് ഉള്ളത്. ആ അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ നിങ്ങളോടൊക്കെ യാചിക്കുന്നത്. നിരപരാധിയായ ആ അമ്മ ജയിലിൽ പോയാ മരിച്ച സഹോദരങ്ങളെ തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പൊ അതാണല്ലേ കാര്യം, അമ്മയെ രക്ഷിക്കാൻ ഇറങ്ങിയതാണല്ലേ? അത് നടക്കത്തില്ല. അവര് ജയിലിൽ പോട്ടെ, അനുഭവിക്കട്ടെ എല്ലാം. അങ്ങനെ പറയരുത്. തെറ്റ് ചെയ്തവരെ നമുക്ക് കണ്ടുപിടിക്കാം, ശിക്ഷിക്കാം. പക്ഷെ അതിന് പ്രായമായ അമ്മയെ ശിക്ഷിക്കണോ? അവര് ചെയ്തതിനുള്ള ശിക്ഷ അവരനുഭവിക്കണം. ആ കുട്ടി ചോദിച്ചത് ശരിയല്ലേ? പ്രായമായവർ ജയിലിൽ പോയാൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ? ഇതിനൊരു പരിഹാരം ഞാൻ പറയാം. ഈ 2 കുടുംബങ്ങൾക്കും മാന്യമായ നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കണം. സമ്മതം. നിങ്ങൾ തന്നെ പറയൂ, ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാ. പണം ഒരിക്കലും ജീവന് പകരമാവില്ലെന്നറിയാം. പക്ഷേ നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. ചുറ്റിലും നിന്ന് പറയുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിരിഞ്ഞു പോവും. മുന്നോട്ട് ജീവിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളുമാ. അതിനുള്ളത് എന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്യാം. എന്നാ പിന്നെ ഒരു 25 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്ക്. ശരി, കൊടുക്കാം. 25 ലക്ഷം വീതം 2 കുടുംബങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാ. നഷ്ടപ്പെട്ടത് നിങ്ങളുടെയൊക്കെ പ്രാണന. അതിന് വിലയിടാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഈ പണം അതിനൊരു പകരമല്ലെന്നറിയാം. പക്ഷേ നിങ്ങളുടെ സങ്കടം ഞങ്ങളുടേതും കൂടിയാ. ഞങ്ങളുണ്ട് കൂടെ, എന്തിനും. ശരി. ഞാൻ പറയുന്നത് സത്യം. ഈ കോമ്പൻസേഷൻ കൊടുക്കണം. അവർ സമ്മതിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നിരപരാധിത്വം എനിക്കവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം അവർ ഈ കോംപ്രമൈസിന് സമ്മതിച്ചത്. എന്ത് കോംപ്രമൈസ്? 25 ലക്ഷം രൂപ വീതമാണ് നഷ്ടപരിഹാരം കൊടുക്കാവുന്ന നീ സമ്മതിച്ചത്. നീ ആരോട് ആലോചിച്ചിട്ടാ ആ തീരുമാനം എടുത്തത്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പോയി മധ്യസ്ഥ ചർച്ച നടത്താൻ? 1/2 കോടി രൂപയാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ജ്യോതി, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. പണമല്ല ഇവിടെ പ്രശ്നം. അവിടെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയി എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? പണം വാങ്ങിയിട്ട് അവർ കാലുവാരില്ലെന്ന് ആര് കണ്ടു? ഹിറ്റ്ലർ, അവര് പാവങ്ങളാ, മര്യാദ ഉള്ളവരാ. DK റെസ്റ്റോറന്റിനെ കുറിച്ച് അവർക്ക് നല്ലതുപോലെ അറിയാം. ആ കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ 25 ലക്ഷം വീതം അത് കൊടുക്കണം ഹിറ്റ്ലർ. 2 കുടുംബങ്ങളുടെ താങ്ങും തണലുമാ പോയത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ആ തീരുമാനം പറഞ്ഞ പോരായിരുന്നോ? ആ വിട്, എന്തായാലും പ്രശ്നം ജ്യോതി തീർത്തല്ലോ. തൽക്കാലം അതാലോചിച്ചാ മതി. നീ ഈ മണ്ടത്തരം കാണിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഏട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കിതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്നറിയാം. എന്നാലും
ജ്യോതി ചെയ്തതാ ശരി. ജീവൻ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. എന്നാലും ജീവിച്ചിരിക്കുന്ന കുടുംബത്തെ സഹായിക്കാൻ പറ്റില്ലേ? ജ്യോതിക്ക് തോന്നിയ കാര്യം ചെയ്യാൻ ഇവർക്കാർക്ക് എന്താ തോന്നാത്തെ? ജീവൻ പണയം വെച്ചിട്ടാ ജ്യോതി അവിടെ പോയി സംസാരിച്ചത്. അതിന് ഞാൻ ജ്യോതിയെ അഭിനന്ദിക്കുക. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ കുറ്റം പറയാൻ ആർക്കും പറ്റും. എന്നാ പ്രായോഗികമായി അത് തീർക്കാൻ എല്ലാവർക്കും പറ്റില്ല. ജ്യോതി അത് ചെയ്തെങ്കിൽ അതവള് DKയുടെ ഭാര്യ ആയതുകൊണ്ട് ചെയ്തതാ. അമ്മയോടും ഈ വീടിനോടും അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഏട്ടൻ, ഞാൻ നിർബന്ധിക്കുകയല്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വല്ല 10 or 20 ആണെങ്കിൽ സാരമില്ലായിരുന്നു. ഇതിപ്പോ 50 ലക്ഷം രൂപയല്ലേ? അത് വളരെ കൂടുതലാ. അവർക്ക് സമ്മതിച്ച എത്ര പണം ഞാൻ കൊടുക്കാം. എനിക്ക് പണമല്ല, എൻ്റെ അമ്മയാ വലുത്. ഹിറ്റ്ലറെ, ഞാൻ അവരോട് സംസാരിച്ചതാ. വളരെ പാവങ്ങൾ അവര്. ഒരാൾ ഡ്രൈവറായിരുന്നു, മറ്റേയാളൊരു കൽപ്പണിക്കാരനും. 2 കുടുംബത്തിന്റെ അടിത്തറയാ ഇല്ലാതായത്. ഇരുട്ടിൽ നിൽക്കുന്ന അവരെ രക്ഷിച്ച അവർ ഈ കേസില് അമ്മയ്ക്കെതിരെ ഒന്നും ചെയ്യില്ല, ഉറപ്പാ. ജ്യോതി പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ? അതിന് ജ്യോതിക്ക് താങ്ക്സ് പറയല്ലേ വേണ്ടേ? താങ്ക്സ്. ഇതിപ്പോ അവള് ഗോൾ അടിച്ചല്ലേ മായച്ചി? ജ്യോതി എന്ത് ഗോൾ അടിച്ചെന്ന താരേച്ചി പറയുന്നത്? പിന്നല്ലാതെ DK പോലും ഇല്ലാതെ അവൾ ഒറ്റയ്ക്ക് പോയി നഷ്ടപരിഹാരം സംസാരിച്ച് സെറ്റിൽ ചെയ്തില്ലേ? ഇപ്പൊ അവളല്ലേ ഹീറോ. അത് DK പോലും അംഗീകരിച്ചു. അതിനകത്ത് ആ ഹരിപ്രിയക്കാര് വന്ന അഭിപ്രായം പറഞ്ഞ എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്ത. പക്ഷെ അവള് പറഞ്ഞ ന്യായമല്ലേ? ന്യായമായാലും അന്യായമായാലും ഇവിടെ വന്ന അഭിപ്രായം പറയാൻ അവളാരാ? എന്തായാലും തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല. ജ്യോതി പറഞ്ഞുറപ്പിച്ച 50 ലക്ഷം നൽകാമെന്ന് DK സമ്മതിക്കുകയും ചെയ്തു. 50 ലക്ഷം? ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അത് ശരി. അപ്പൊ 50 ലക്ഷം രൂപയിലാണ്, അല്ലാതെ 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിലല്ല അല്ലേ? ആയുസ് ഒടുങ്ങുമ്പോ പോകേണ്ടവര് പോവും. അതിന് ഇത്രയും കാശെന്തിനാ? ജ്യോതി ആരോടും ആലോചിക്കാതെ ചെയ്തതാണെങ്കിലും നന്നായി എന്ന് തന്നെയാ എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ അമ്മ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അമ്മ കുടുങ്ങിയേനെ. എന്തൊക്കെയായാലും അത് നമുക്ക് സഹിക്കാനാവില്ലല്ലോ. എന്താ അമ്മയ്ക്ക് ജാമ്യം കിട്ടത്തില്ലേ? അതങ്ങനെ വെറും കേസല്ലല്ലോ, കൊലക്കേസായിട്ടല്ലേ വരുന്നേ. ജാമ്യമൊക്കെ വലിയ പാടായിരിക്കുമെന്നേ. കോടതിക്ക് പുറത്ത് നഷ്ടപരിഹാരം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. അത് അവള് ചെയ്തു. അത് നന്നായി എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ അവൾ ഒറ്റയ്ക്ക് പോയത് എനിക്കും തീരെ പിടിച്ചിട്ടില്ല. നമുക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഒന്നും ഒരു വിഷയമല്ല. അവൾക്ക് അമ്മയെ രക്ഷിക്കാൻ സാധിച്ചല്ലോ, അത് മതി. അങ്ങനെ അവള് വീണ്ടും സ്റ്റാറായി. അമ്മായിയമ്മയെ രക്ഷിച്ച മരുമകൾ. അതോടെ DKക്ക് അവളോടുള്ള എല്ലാ കലിപ്പും തീർന്നു. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ഇതൊക്കെ പതിവല്ലേ, പ്രത്യേകിച്ച് DKയും ജ്യോതിയും. അവരിതൊന്നും കൊണ്ടു നടക്കത്തില്ല. ദേമായിച്ചി, ഞാനൊരു കാര്യം പറയാം. ഈ താരേച്ചി പറയുന്ന മണ്ടത്തരം കേട്ട് വെറുതെ ജ്യോതിയെ ചൊറിയാൻ നിൽക്കാതെ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാ നമുക്ക് നല്ലത്. കാരണം ജ്യോതി എന്ത് ചെയ്താലും അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. അതെനിക്ക് ഉറപ്പാ.
എന്നെ വർത്താൻ അവള് പറഞ്ഞിട്ട് പോയത് മായച്ചി? ഇപ്പോ പന്ത് അവരുടെ കോർട്ടിലാ. ഇപ്പൊ നമ്മൾ വല്ലതും മിണ്ടിയ അമ്മയ്ക്ക് ജാമ്യം കിട്ടിയതില് നമുക്കെന്തോ വിഷമമുണ്ടെന്ന് DKക്ക് തോന്നും. അത് വരാൻ പാടില്ല. അപ്പൊ ജ്യോതിയോട് നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ തന്നെ വിഴുങ്ങണോ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷാണെന്ന് വരെ നമ്മൾ പറഞ്ഞായിരുന്നു. അതൊക്കെ ചിലപ്പോ ഇനിയും പറയും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കേൾക്കുന്നവര് വിശ്വസിക്കുകയും ചെയ്യും. ജ്യോതി ചെയ്തത് ഒരു വലിയ കാര്യം തന്നെ. അതുകൊണ്ട് ഒരു വലിയ പ്രശ്നം അവസാനിച്ചത്. പ്രശ്നം അവസാനിച്ചത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും അപകടം പിടിച്ചൊരു സ്ഥലത്ത് തനിച്ചു പോയപ്പോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതൊക്കെ ഒരു ഹൈപ്പോത്തിക്കേറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? ജ്യോതിക്ക് അതിനുള്ള പക്വതയും വിവേകവും ഉണ്ട്. അതുകൊണ്ടാണ് അവരവിടെ പോയത്. എനിക്കറിയാം. എടോ, താനൊരു കാര്യം മനസ്സിലാക്ക്. നിങ്ങളുടെ അമ്മ ജയിലിൽ പോകാനുള്ള കേസായിരുന്നു ഇത്. ജനപ്രതിനിധികളടക്കം വിളിച്ചു വരുത്തി ഒരു കോംപ്രമൈസിൽ എത്തിക്കുകയെന്ന് വെച്ചാൽ അതൊരു സാധാരണ കാര്യമല്ല DK. എനിക്കറിയാം. മറ്റേത് വഴി പോയിരുന്നെങ്കിലും ഈ പ്രശ്നം ഇപ്പോൾ അവസാനിക്കില്ലായിരുന്നു. ജ്യോതി നേരിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് സെറ്റിൽമെന്റ് നടന്നത്. ബാക്കി കമ്മീഷൻ എന്ന നിലയിൽ താൻ ചെയ്തു തരണം. ഒഫീഷ്യലാകുമ്പോൾ അതിനൊരു ഉറപ്പുണ്ടാവുമല്ലോ. നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വാങ്ങണം. എന്ത് എഗ്രിമെന്റ്? ആളുകളെ നഷ്ടപ്പെട്ടവർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. എടോ, നോക്കട്ടെ. പിന്നെ തൻ്റെ ഒരു സമാധാനത്തിന് അവരെ കൊണ്ടൊരു എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ നോക്കാം. അത് വേണോടോ. ആളുകളുടെ സ്വഭാവം എങ്ങനെ മാറുമെന്ന് പറയാൻ കഴിയില്ല. പണം മേടിച്ചിട്ട് അവർ കാലുമാറിയ നമ്മൾ കുഴയില്ലേ? താൻ പറയുന്നതിൽ കാര്യമുണ്ട്. എന്തായാലും ഒരു എഗ്രിമെന്റ് നമുക്ക് വാങ്ങാം. അതൊക്കെ ഇരിക്കട്ടെ. എടോ, താൻ ജ്യോതിയോടൊരു നന്ദി വാക്കെങ്കിലും പറഞ്ഞോ? താങ്ക്സ്. അല്ല, താനെന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ജ്യോതിയുടെ കാര്യമാണോ? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവൾ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണെന്ന്. പക്ഷേ അവൾ ചെയ്യുന്നതിലൊക്കെ ചില കുഞ്ഞു കുഞ്ഞു യുക്തികളുണ്ട്, ചില ന്യായങ്ങളുണ്ട്, ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ താൻ പറഞ്ഞത് ശരിയാ. അവൾക്കൊരു താങ്ക്സ് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ആഹാ, തന്റെ ഭാര്യയെക്കുറിച്ച് താൻ ഇപ്പോഴെങ്കിലും ഒരു വില വെച്ച് പറഞ്ഞല്ലോ. എന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ടോ. അവള് തന്നെയാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഭാഗ്യവും. പക്ഷെ അത് തുറന്നു പറഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടിയാലോ എന്ന് കരുതി ഞാൻ പറയാതിരിക്കുന്ന. താൻ ആള് കൊള്ളാലോടോ. ഹരിപ്രിയ, ഹരിപ്രിയ എന്നാ തിരിച്ചു പോകുന്നത്? അല്ല, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാനങ്ങനെ പോകുന്ന തീയതിയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തേ, ഞാനിവിടെ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാ ചില ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയില്ല. ഞാനോ? ഞാൻ എന്ത് ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് ഉണ്ടാക്കിയേ? സ്നേഹത്തോട് മാത്രമല്ലേ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും പെരുമാറിയിട്ടുള്ളൂ. ഞങ്ങൾ ഹരിപ്രിയോട് പെരുമാറിയത് സ്നേഹത്തോടെ തന്നെയാ. പക്ഷേ ഹരിപ്രിയ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാര പണിയുന്ന നല്ലതല്ല. ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്നേ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ജ്യോതിയെ മാത്രം പുകഴ്ത്തി പറഞ്ഞത് ശരിയായില്ല. ഓ, അതാണോ? അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിലിപ്പോ എന്താ തെറ്റ്? അതില് തെറ്റില്ലേ? അതിൽ ഒരു തെറ്റുമില്ല. ഹരിപ്രിയ വിചാരിക്കുന്ന പോലെ അല്ല ജ്യോതിയുടെ മനസ്സിലിരിപ്പ്. ആരോടും, അതായത് DKയോട് പോലും ആലോചിക്കാതെ പോയി 50 ലക്ഷം രൂപയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് ശരിയാണോ? ചില കാര്യങ്ങൾ അങ്ങനെയുമായേ. അപ്പൊ ജ്യോതി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ജയിലിലായേനെ. അതായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്? ഒരിക്കലും അല്ല. പക്ഷേ ഒരു പക്ഷേയില്ല. ജ്യോതി ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ തോന്നിയില്ല? നിങ്ങളായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയും പുകഴ്ത്തുമായിരുന്നല്ലോ. നിങ്ങളുടെ മനസ്സിലെ ജ്യോതിയോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവും.
പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ജ്യോതി DKയുടെ ഭാര്യ. ഈ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാ അവൾ അതിൽ ഇടപെടും. അത് ആർക്കായാലും, ഇനി നിങ്ങൾക്കായാലും. കാരണം നിങ്ങൾ അവളുടെ മരുമക്കളാ. നിങ്ങളെ സംരക്ഷിക്കാനും ജ്യോതി ഇതുപോലെ ഇറങ്ങും. അതെനിക്ക് നല്ല ഉറപ്പാ. അപ്പോ അമ്മ ജയിലിൽ പോകാതിരിക്കാൻ അവള് ചെയ്തതില് ഒരു അത്ഭുതവും ഇല്ല. അയ്യോ, ഹരിപ്രിയ എന്തിനാ ജ്യോതി ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നേ? അവൾ എന്താ മാലാഖയോ? മാലാഖയൊന്നും അല്ലായിരിക്കാം. പക്ഷെ മാലാഖ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഇപ്പൊ അവള് ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കരുതുന്ന പോലെയല്ല ജ്യോതിയും DKയും തമ്മിലുള്ള ബന്ധം. അവര് തമ്മിൽ സ്നേഹത്തിന്റെ ഒരു ചങ്ങലയുണ്ട്. അതുകൊണ്ട് ജ്യോതിയുടെ കുഞ്ഞിനെതിരെ പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. DK എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നിങ്ങൾ ഈ അമരാവതിക്ക് പുറത്താ. അത് ഓർമ്മ വേണം എപ്പോഴും.